സ്ഥലം മുണ്ടനം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി. സർക്കാർ ഇടപെടണം. അത് അവർ തീരുമാനിക്കണം. എന്ത് വേണം ഞങ്ങൾ ഈ സ്ത്രീകളോട് കാണിക്കേണ്ടതെന്ന്. 50 ദിവസമായി രാവും പകലും വെയിലത്തും മഴയത്തും ഇരുന്ന് ഞങ്ങൾ സമരം വിളിക്കുന്നതാണ്. ഇനിയെങ്കിലും മന്ത്രിയുടെ കണ്ണ് തുറക്കണം. 3 പേരുടെയും കണ്ണ് തുറന്നേ പറ്റൂ. തുറന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് പോകും. അതിനി മാപ്പില്ല. ഞങ്ങൾ വേറെ ഒന്നും ആരെ ഉപദ്രവിക്കാൻ പോകില്ല. ഞങ്ങൾ ആരെ ഉപദ്രവിക്കില്ല. മന്ത്രി സ്ഥാനം തലകുത്തര തള്ളിയിടില്ല. ഒന്നും ചെയ്യില്ല. ഞങ്ങളുടെ സ്വന്തം ഇതേപോലെ പ്രതികാരങ്ങൾ ഇനി ഞങ്ങളെ ചങ്കർത്ത് പ്രതികാരം തീർക്കും. ഇനി ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങളെ ചങ്കർത്ത് ഇത് മുറിക്കാൻ തന്റെ ഇടം കാണിച്ചെങ്കിൽ ചങ്കർക്കാനും തന്റെ ഇടം കാണിക്കും. ഇനി ഞങ്ങളെ ചങ്കർത്താണ്, ഞങ്ങൾ കഴുത്തർത്താണ് ഞങ്ങൾ. ഇനി ഒരു ചർച്ച ഉണ്ടാവണമെന്ന് ആവശ്യമുണ്ട്. ഈ 3 പേരുടെയും നമ്മളെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയോടത്തും ആരോഗ്യമന്ത്രി ചർച്ച ചെയ്തിരിക്കണം. ഇത് ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുത്തിരിക്കണം. ഇത് ഞങ്ങൾ ഈ പാവപ്പെട്ട ഈ ആശമാർ 32 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആശമാർ പറയുന്ന വാക്കാണ്. ഞങ്ങൾ ഇന്ന് ഇവരൊരു തീരുമാനം എടുത്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത് എന്താണ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷെ റോഡോ ഉപരോധോ വേറെ ഒന്നുമല്ല. സ്വന്തം ജീവന നശിപ്പിക്കും. സ്വന്തം ജീവൻ നശിപ്പിക്കും. അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇനി ഇതിലപ്പുറം എങ്ങനെ ക്ഷമിക്കണം, എങ്ങനെ സഹിക്കണം? 32 രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ കുടുംബം നോക്കാൻ പറ്റുമോ? വെറും 32 രൂപയ്ക്കാണ് ഞങ്ങൾ ജോലിക്ക് പോകുന്നത് കേട്ടോ. ഞങ്ങൾ വെറും 32 രൂപയ്ക്ക് എത്ര വർഷം കൊണ്ട് ചെയ്യുന്നറിയാം. ഞങ്ങൾ ഓണറേറിയ 21,000 രൂപയും 62 വയസ്സിൽ പറഞ്ഞയക്കുന്നു. 5 ലക്ഷം രൂപയും തരണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ആരോ ഞങ്ങൾക്ക് തള്ളി ഉന്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ യഥാർത്ഥ ആശമാരല്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ സ്വന്തം യഥാർത്ഥ ആശമാരാണ്. ഞങ്ങൾക്ക് സർക്കാരിൻ്റെ എല്ലാ അംഗീകാരത്തോടു കൂടി ഞങ്ങൾ 9 മൊഴിയോട് ട്രെയിനിങ് കഴിഞ്ഞ് ഒരു ആശാ വർക്കറാണ്. അപ്പം അങ്ങനെ വന്ന ഞങ്ങളെ ഇതിൽ കൊണ്ടുവന്നത് ഇതിന് ദൈവം സഹിക്കുമോ ഇവരോട്? ഇത് എങ്ങനെ അനുഭവിക്കുമെന്ന് കണ്ടറിയാം. ഞാൻ എൻ്റെ പ്രയാസവും സങ്കടവും നെഞ്ചിൽ ഒതുക്കി പൊട്ടിത്തെറിക്കണം. എനിക്ക് അറിഞ്ഞൂടാ. ഇതിലപ്പുറവും പറയണം. പക്ഷെ ഞങ്ങൾ പറയില്ല. ഇതിലവർ ഒരു തീരുമാനം എടുക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ധനമന്ത്രിയും ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഇതിലപ്പുറവും ഞങ്ങൾ ഈ സ്ത്രീകൾ ചെയ്യും. ഞങ്ങൾ 2 കൈയും വിട്ടു നിൽക്കുന്നവരാണ്. ഞങ്ങൾ നിയന്ത്രണം വിട്ടു നിൽക്കുന്നവരാണ്. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നാശനഷ്ടം ഉണ്ടാക്കില്ല. ഞങ്ങൾ എന്താണെന്ന് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കണ്ടിരിക്കും. ഞങ്ങൾ സർക്കാരിന് ഒരു നാശനഷ്ടവും ഉണ്ടാക്കില്ല. ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇതിൻ്റെ ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന്